ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു ചക്ക വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു മാസം മുമ്പ് നമുക്ക് കിട്ടിയ ചക്കയാണ്. ഇത് ഫ്രീസറിൽ നമ്മൾ സൂക്ഷിച്ചിരുന്നതാണ്. ഇത് നമ്മളിപ്പം തയ്യാറാക്കുന്നതിന് മുമ്പ് എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിലാക്കി അതിനാവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് അരപ്പും കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. അരപ്പ് നമുക്ക് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയുടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്തിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് നമ്മൾ ഇപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി. നമുക്ക് ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച കേര കറിയുണ്ട്. നമുക്ക് അതും കൂടെ ചേർത്തിട്ട് നമ്മുടെ ചക്കപ്പുഴുക്ക് കഴിക്കാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് രണ്ടുപേരെയും കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം.